എല്ലാരും വിചാരി എല്ലാരും വിചാരിച്ചേക്കുന്നത് എന്ത് എന്തിനാണ് ഈ ഒരു സെഷൻ ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപാട് ബിസി ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ? അപ്പം ഇത്തരത്തിലൊരു സെഷൻ വേണമെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താണ്? കൈ പൊന്തിക്കുന്ന ആളുകളെ ഞാൻ അൺമ്യൂട്ട് ആക്കി തരാം. എനിബഡി? ആർക്കെങ്കിലും പറയാവോ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണേ? വാട്ട് ഇസ് എ റീസൺ? ഒന്നും പറയാനില്ല? ടൈപ്പെങ്കിലും ചെയ്യോ? നിങ്ങളെല്ലാം വെറുതെ വന്നിരിക്കാണോ? പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളാണോ ഇവിടെ? ലെറ്റ്സ് മേക്ക് ദിസ് ഇന്ററാക്റ്റീവ്. എന്നാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഷനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മൾ ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ടീനേജ് കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് വളർത്താൻ പറ്റുക ഒരു ടോപ്പിക്കിലാണ് ഇപ്പൊ നമ്മൾ ഇൻഷാല്ല സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്നെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്റെ പേര് ഐഷ ഹിബ. ഞാൻ കോഴിക്കോടാണ് എന്റെ സ്ഥലം. ഓക്കെ, ഞാൻ അൽഹംദുലില്ലാ അള്ളാഹിന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഈ ഒരു ടീനേജ് കുട്ടികൾ LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഇസ്ലാമിക് സ്ഥാപനം ഇവിടെ കോഴിക്കോട് നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ടീനേജേഴ്സിൽ തന്നെ ഞാൻ +1 +2 ആണ് ഒരുപാട് വർഷങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ശരിക്കും ഓരോ കാലഘട്ടം കഴിയുമ്പം നമ്മുടെ കുട്ടികളിലെ ഒരു മാറ്റം ശരിക്കും അത് ഭയങ്കരമായിട്ട് പ്രകടമാണ്. നമുക്ക് ശരിക്കും ആ ഒരു മാറ്റം നന്നായിട്ട് കാണാനുണ്ട് അല്ലെ? ആൻഡ് ബേസിക്കലി ഒരു സൈക്കോളജി ബേസും കൂടി എനിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കൗൺസിലിംഗ് കൂടി വരും അൽഹംദുലില്ലാ. അപ്പം പല പല പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മളിങ്ങനെ ഞാൻ പലപ്പോഴും ഞെട്ടിപ്പോവാറുണ്ട്, ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അന്ന് തൊട്ടാണ് ശരിക്കും നമ്മൾ പ്രോപ്പർ ആയിട്ട് പാരന്റ്സിന് ഒരു ഗൈഡൻസ് കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള പാരന്റ്സിന് വേണ്ടി സംസാരിക്കാനും ഒക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്താണ് അൽഹംദുലില്ലാ. അപ്പം ആം, ഈ ഒരു ടീനേജ് പാരന്റിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുവിധം ആളുകൾക്ക് ഇപ്പോഴുള്ള ഒരുവിധം എല്ലാ പാരന്റ്സും ഭയങ്കരമായിട്ട് കൺസേൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ടീനേജ് പാരന്റിങ് എന്ന് പറയുന്നത്. അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ. നമ്മളെ മക്കൾ, ചില ആളുകൾ പറയും പെൺകുട്ടികളാവുമ്പം ഒരു സമാധാനമാണ്, ആൺകുട്ടികളെ പോലെ അല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പെണ്ണായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആൺകുട്ടികളെ വളർത്താനാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആണായാലും പെണ്ണായാലും ഈ ഒരു ഏജ് കുട്ടികളെ നമുക്ക് ഒന്ന് ഒരു ഒരു സമയം എത്തുന്നത് വരെ ടെൻഷനാണ് ഉമ്മമാർക്ക്. നല്ല ടെൻഷനാണ്. വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കുട്ടികൾ പോലും നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണാണ്. ആ ഫോണ് കാരണം വീട്ടിലിരിക്കുകയാണെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ ഒക്കെ സെയിമാണ്. ശൈത്താനീത്ത് കയറാൻ പുറത്ത് തന്നെ പോകണമെന്നൊന്നുമില്ല. അവർ ഈ റീൽസും അതും ഇതും കണ്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വഴി തെറ്റിപ്പോകുന്ന ഒരുപാട് ഒരുപാട് കുട്ടികളെ ശരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടീനേജേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അത് ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് ടാസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലങ്ങൾ കഴിയും തോറും അല്ലെ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് പണ്ടൊക്കെ AC BC എന്നൊക്കെ ഈ കലണ്ടർ പറയും. ആഫ്റ്റർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുക. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നു ആഫ്റ്റർ കൊറോണ ആൻഡ് ബിഫോർ കൊറോണ. കാരണം ആ ആഫ്റ്റർ ആൻഡ് ബിഫോർ കൊറോണ കാലഘട്ടത്തിലുള്ള കുട്ടികൾ അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആ കുട്ടികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 2025 മുതൽ ജനിക്കാൻ പോകുന്ന കുട്ടികളെ എന്താ പറയുന്നത്? ബീറ്റ ജനറേഷൻ എന്നാ പറയണത്. കാരണം അതിനേക്കാൾ ഇനി വരുന്ന കുട്ടികൾ ഭയങ്കര ഇപ്പോഴുള്ള കുട്ടികളെ പോലും അതുപോലെ ആയിരിക്കില്ല, അവർ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് ഇപ്പോഴുള്ള കുട്ടികളെ പോലും നമുക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നതല്ല എന്നല്ല, മാനേജ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഇനി വരുന്ന കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും? അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളൊക്കെ സ്വാലിഹായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ അല്ലെ? അപ്പം നമ്മൾ സ്കൂളിന്റെ ഒരു ടീച്ചിങ് ഫീൽഡും സ്കൂൾ ഫീൽഡും ആയിരിക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പല പാരന്റ്സിന്റെ കുട്ടികളെ അവര് വളർത്തുന്ന ഒരു തർബിയത്ത് എന്ന് പറയുന്നത് ഭയങ്കര, സത്യം പറഞ്ഞാൽ മോശമാണ്. ഒരുപാട് പാരന്റ്സ് കുട്ടികളെ തെർബിയത്ത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ പേടി തോന്നുന്ന രൂപത്തിലാണ്
പല പാരന്റ്സും കുട്ടികളെ ഇന്ന് തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ദീനിപരമായിട്ടും അല്ലാതെ ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒക്കെ. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഒരു കാലത്ത് കുട്ടികളായിരുന്നു അല്ലെ. നമ്മളൊക്കെ ഉമ്മയും ഉപ്പയും ഒക്കെ വളർത്തിയ മക്കളാണ്. പക്ഷെ അന്ന് നമ്മുടെ ഉമ്മയും ഉപ്പയും വളർത്തിയ പോലെയാണോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. പക്ഷെ നിങ്ങൾ എല്ലാവരുടെ മൈക്ക് എപ്പോഴും ഓഫ് ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോ നമ്മുടെ പാരന്റ്സ് വളർത്തിയ പോലെയാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത്? ആർക്കെങ്കിലും ഉത്തരം പറയാവോ? അല്ല. അല്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ആ വ്യത്യാസം, എങ്ങനെയൊക്കെ വ്യത്യാസം എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേർക്ക് പറയാവോ? അത് എന്തുകൊണ്ടാ അല്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം? ഇപ്പം വല്ലാണ്ട് കെയർ ചെയ്യുന്നുണ്ടല്ലേ കുട്ടികളെ നമ്മള്. ഇപ്പം നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ പാരന്റ്സ് നമ്മൾ അങ്ങനെ കെയർ ചെയ്തില്ല എന്നാണോ? അല്ല അല്ല, അല്ല. പണ്ട് അവർക്ക് പല കാര്യങ്ങളും നോക്കാനുണ്ടായിരുന്നു. ഉം ഹും. ഉം. ഉം. ഇപ്പൊ നമ്മള് കുട്ടികളെ ചൊല്ലിട്ട് ഇങ്ങനെ ഉം. അത് മാത്രം കൂടുതൽ നോക്കുന്നത്. ഓക്കെ. അത് വളരെ ഒരു കറക്റ്റ് പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് ഇപ്പോഴുള്ള പാരന്റ്സ് കുട്ടികളെ കെയർ ചെയ്യുന്നത് ഭയങ്കര ഓവറാണ്. എല്ലാരും അല്ല, പക്ഷെ എന്നാലും ഒരുവിധം പാരന്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതായത് എന്ത് നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പോലും വേവലാതിപ്പെടുന്ന, കൺസേൺഡ് ആവുന്ന പാരന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് ഭൂരിഭാഗവും കാണാൻ പറ്റുന്നത് അല്ലെ. നമ്മൾ എപ്പോൾ ആഗ്രഹിക്കുന്ന എന്താ അറിയോ? നമ്മളെ കുട്ടികൾ തോക്കാൻ പാടില്ല, നമ്മളെ കുട്ടികൾക്ക് ഒരു തെറ്റുകൾ വരാൻ പാടില്ല. അങ്ങനെ അത്രയും കുട്ടികളുടെ ലൈഫ് ഇങ്ങനെ സൂം ചെയ്ത് എല്ലാ വിഷയത്തിലും ഇടപെട്ട് കുട്ടികൾ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉമ്മയും ഉപ്പയും ഒക്കെ നിങ്ങളെ എത്രാം ക്ലാസ് വരെ പഠിപ്പിച്ചു? ഈ വൈകുന്നേരം സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ ഇരിക്കുക അവിടെ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ ഇരുത്തി പഠിപ്പിച്ച് എത്ര പാരന്റ്സ് ഉണ്ടാവും? അങ്ങനെ പഠിപ്പിക്കാറുണ്ടായിരുന്നോ നിങ്ങളുടെ പാരന്റ്സ്? ഉണ്ടോ? ഇല്ല ഇല്ല, ആ സമയത്ത് അങ്ങനെ അതിനുള്ള ടൈം ഉണ്ടായിട്ടില്ല എനിക്ക്. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടേ ഇല്ല. അതായത് ഉം. ഇരുത്തി പഠിപ്പിക്കാറില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടോ? ആ, yes. ഉണ്ടോ? ഓക്കെ. ഇരുത്തി എത്ര പഠിപ്പിക്കുന്നില്ലെങ്കിലും നേരം? പഠിക്കാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ, ഓക്കെ. ഇനി ഇരുത്തി പഠിപ്പിക്കുന്നത് പോട്ടെ, പഠിപ്പിക്കുന്നതല്ല കുഴപ്പം. ഈ പഠിപ്പിക്കുന്ന സമയത്താണ് ഈ ഉമ്മയും മക്കളും തമ്മിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടാവുന്ന ഒരു സമയം. ഓരോ മിനിറ്റിന്റെ ഇടയിൽ ഒരു കച്ചറ എന്തായാലും ഉണ്ടാവും. ഒരു അടി, ഒരു പിച്ച്, അല്ലെങ്കിൽ ഒരു നുള്ള് കിട്ടാത്ത കുട്ടികൾ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് അത്രയും എന്താ വെച്ചാൽ കുട്ടികൾ അക്കാഡമിക് വൈസ് സ്കൂളിൽ നല്ല എക്സലന്റ് ആവണം, നല്ല മാർക്ക് വാങ്ങണം. ഇപ്പൊ നമുക്കിപ്പോ സെക്കൻഡ് ടേം എക്സാം കഴിഞ്ഞ് +1 ഒരു മോള് ഭയങ്കര കരച്ചില്, ഭയങ്കര കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതുവരെ ജീവിതത്തിൽ എനിക്ക് 100-98 താഴേക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായി? ഇപ്രാവശ്യം എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു തോറ്റു എന്ന് വിചാരിച്ചു. അപ്പം 80-40 സംതിങ് മാർക്ക് വാങ്ങിയതിനാണ് കുട്ടി ഇങ്ങനെ കഴിയണം. അപ്പൊ ഞാൻ ചോദിച്ചു, സോ വാട്ട്, നീ പാസ്സായില്ലേ മോളെ, നല്ല മാർക്കാണ്, കുഴപ്പമില്ലാത്ത മാർക്കാണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പാരന്റ്സ് പോലും ഗൾഫിൽ നിന്ന് വന്ന് കുട്ടീനെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്ര പോലും ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഒരു തോൽവി സഹിക്കാൻ നമ്മളെ കുട്ടികൾക്ക് പറ്റുന്നില്ല. അതേപോലെ മറ്റൊരു ഇൻസിഡന്റും കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വൈൻഡപ്പ് ചെയ്യാൻ ഇൻഷാ അള്ളാ. അതായത് ഒരു കുട്ടി ഒരാഴ്ചയായിട്ട് എന്ത് ചെയ്തില്ല, ഹോംവർക്ക് ചെയ്തില്ല. ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരാഴ്ചയായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്യുന്നില്ല, കുട്ടി ബുക്ക് മര്യാദയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പൊ നമ്മുടെ ടീച്ചർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഹോംവർക്ക് ചെയ്യാത്ത മുഴുവൻ കുട്ടികളും എഴുന്നേറ്റ് നിർത്തി. ഓക്കെ, ക്ലാസ്സിൽ നിർത്തി നിർത്തി എനിക്ക് തോന്നുന്നു സ്കൂൾ വിട്ടിട്ടില്ല. അതിന്റെ ഇടയിൽ ആ പീരീഡ് കഴിഞ്ഞ് കുട്ടി നേരെ ഓഫീസിൽ പോയിട്ട് പറയാണ്, എനിക്കൊന്ന് ഉമ്മാനെ വിളിക്കണം. അപ്പോ ടീച്ചർ ഫോൺ കൊടുത്തു, ഉമ്മാനെ വിളിച്ചു, കുട്ടി എന്തൊക്കെയോ പറഞ്ഞു. അടുത്ത കോൾ ഉമ്മ ചെയ്യണേ എനിക്കാണ്. എനിക്ക് ഉമ്മ ഫോൺ വിളിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിൽ, നിങ്ങൾ എങ്ങനെയാണ് കുട്ടീനെ എഴുന്നേറ്റ് നിർത്തുക? എന്റെ കുട്ടിക്ക് അത് ഭയങ്കര വിഷമായി.
അപ്പൊ ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് നിർത്തി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, മാം ഇതുവരെ കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല, ഒരുപാട് കുട്ടികൾ ഹോംവർക്ക് ചെയ്യാത്തതുണ്ട്, അത് മാത്സ് ആണ്. അപ്പം അതിന്റെ ഒരു സീരിയസ്നെസ് കുട്ടികൾക്ക് വരാൻ വേണ്ടി ഈ കുട്ടീനെ മാത്രം ഇരുത്താൻ പറ്റില്ലല്ലോ, ഒരുപാട് കുട്ടികൾ ചെയ്തിട്ടില്ല, അപ്പൊ എല്ലാവരുടെയും കൂടെ എഴുന്നേറ്റ് നിർത്തിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ ഈ പാരന്റിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സി ഒരു ഈ കുട്ടീനെ മാത്രമൊന്നല്ല എഴുന്നേറ്റ് നിർത്തിപ്പിച്ചത്, ഒരുപാട് കുട്ടികളെ നിർത്തിച്ചിട്ടുണ്ട്. അപ്പൊ പറയും എന്നാലും എന്റെ കുട്ടിക്ക് വിഷമാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പിന്നെ ആ പാരന്റിന്റെ ടോണ് മാറി, രീതികൾ മാറി. ഏഹ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അവര് ടി സി വാങ്ങി സ്കൂൾ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മ എങ്ങനെയുള്ള ഒരു കുട്ടിയെയാണ് ഈ ദുനിയാവിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത്? 5 മിനിറ്റ് ക്ലാസ്സിൽ നിൽക്കുമ്പോഴേക്കും അത് കുട്ടിക്ക് ഒരു മെന്റൽ ട്രോമയാവുന്ന രൂപത്തിൽ കുട്ടി പറയുകയും അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരന്റ്, ഈ ഈ ഒരു 10 മിനിറ്റ് ക്ലാസ്സിൽ ടീച്ചർ എഴുന്നേറ്റ് നിന്നത് താങ്ങാൻ പറ്റാത്ത കുട്ടി ഈ ജീവിതത്തിലെ പ്രയാസങ്ങൾ എങ്ങനെ നേരിടും? എല്ലാവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവൂലേ? ഒരു പ്രയാസമില്ലാത്ത ഒരു ആളും അള്ളാഹ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കപ്പെടാത്ത ജീവിതങ്ങൾ ഉണ്ടാവോ? ജന്മ ഉണ്ടാവോ? എല്ലാവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഓരോ വർഷങ്ങൾ കൂടുമ്പോ ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ കുട്ടികൾ വളരെ ചെറിയ 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 കാര്യങ്ങൾക്ക് നമ്മുടെ മക്കൾ എന്ത് ചെയ്യാണ്, ഇനി ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്ന് തീരുമാനിക്കുന്ന കുട്ടികൾ. എന്തുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള താക്കത്തില്ലാത്തത്? എന്തുകൊണ്ടാണ്? നമ്മൾ വളർത്തുന്ന രീതി അത് മാറ്റണം. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള കുട്ടികൾ ഓവർ പാമ്പേർഡ് ആണ്. അവർക്കറിയാം അവർ ചോദിക്കുന്ന സാധനങ്ങൾ അത് കിട്ടും, അവര് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് ഒരു തോന്നൽ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ട്. കാരണം എന്താ? വാശി പിടിക്കുമ്പോഴേക്കും നമ്മൾ ഉമ്മമാര് ടെൻസ്ഡ് ആവും. നമ്മൾ ഉമ്മമാര് ടെൻഷൻ നമ്മൾ വേഗം സാരല്ല, ചെറിയ കുഞ്ഞു മക്കള് പോലും കരയുമ്പത്തിനേക്ക് കയ്യിൽ ഫോൺ വെച്ചെടുക്കുന്ന ഉമ്മമാരാണ്. കാരണം കരയിപ്പിക്കണ്ട. അപ്പോഴേക്കും നമ്മളെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ പറയും, എന്തിനാ കുട്ടീനെ ഇങ്ങനെ കരയിപ്പിക്കണം, ആ ഫോൺ അങ്ങ് കൊടുത്തേക്ക്. ഫോണിന് വേണ്ടി കരയുമ്പോ അപ്പൊ കുട്ടിയുടെ മനസ്സിൽ തോന്നാണ്, കരഞ്ഞാ ഫോണ് കിട്ടും. അടുത്ത ദിവസം കുട്ടി ഡബിൾ സ്ട്രോങ്ങിൽ കരയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഫോണ്, അതല്ലെങ്കിൽ പുറത്തു പോകുമ്പോ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി മിഠായി, ഈ ഫോണിൽ നിന്നും മിഠായിൽ നിന്നും തുടങ്ങി 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 അവസാനം ഈ കുട്ടി വിചാരിച്ചൊരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെ ദേഷ്യമായി, വാശിയായി, മിണ്ടാണ്ടായി, ഭക്ഷണം കഴിക്കാണ്ടായി, എന്തിനേറെ പറയുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും പാരന്റ്സിന് സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടാൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു പെർഫെക്റ്റ് ഉമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും, എനിക്ക് കിട്ടാത്തതൊക്കെ നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കണം എന്നാണ് പൊതുവെ ഈ ഉമ്മമാരും വാപ്പന്മാരും ആഗ്രഹിക്കുക, അല്ലേ? പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ. ടു ബി വെരി ഫ്രാങ്ക്, തുറന്നു പറയാൻ ഞാൻ അങ്ങനല്ല. ഞാൻ ഒരുപാട് ജീവിതത്തിൽ പ്രയാസത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്റെ മോൻ ചില വിഷയങ്ങളിൽ തോൽക്കണം, അവന് കുറച്ച് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് അടി കിട്ടണം, അവൻ ജീവിതത്തിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, തോൽവി അറിയണം എന്താണെന്നുള്ളത്. ആ തോൽവിയിലൂടെ അവൻ സ്വമേധയാ എഴുന്നേറ്റ് അവൻ മൂവ് ഓൺ ചെയ്യാൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മയാണ് ഞാൻ. ഞാൻ അങ്ങനെ കുട്ടീനെ ഒരിത്തിരി എന്തെങ്കിലും ആവുമ്പോഴേക്കും എന്റെ മോന് നോ, അവൻ ഓടി കളിക്കുമ്പോ പോലും വീണ് കഴിഞ്ഞാൽ ഞാൻ കൈ കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കാറേ ഉള്ളൂ. വീഴുന്ന സമയത്ത് അവൻ കരയും, കരഞ്ഞു ഓടി എൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ ഞാൻ പറയും, കളിക്കല്ലേ, വീഴും, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നീ ഇനിയും ഓടിക്കോ എന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മകൻ എന്ന് പറയുന്നത് അവൻ നാളെ ജീവിതത്തിൽ ഒരു തോൽവി വരുമ്പോഴേക്കും ജീവിതം മടുത്തു എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോഴേക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോനെ പ്രയാസങ്ങൾ വരുന്നത് എന്ന് കരുതിക്കൊണ്ട് ദീനിൽ നിന്ന് അകന്നു പോകുന്ന ഒരു 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 സന്തതി ആയിട്ട് എൻ്റെ മകനെ ഞാൻ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രയാസങ്ങൾ ഉണ്ടാവും.
ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ഓരോ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? അവർ ഓവർകം ചെയ്യാൻ വേണ്ടി അതിന് അവര് പോലും അറിയാത്ത രൂപത്തിൽ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ ശരിക്കും. ഞാനിപ്പോ ഇന്നലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ന്യൂസ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു +1 ഒരു കുട്ടി മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ അധ്യാപകൻ എന്ത് ചെയ്യാണ്? ഫോൺ എടുത്തു വെക്കാണ്. ആ ഫോൺ എടുത്തു വെച്ചതിന്റെ പേരിൽ പ്രിൻസിപ്പാളിന്റെ റൂമിൽ പോയി ഇരുന്നിട്ട് ആ പ്രിൻസിപ്പാളോട് പറയാണ് ആ കുട്ടി, നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊന്നു കളയും നിങ്ങളെ എന്നാണ് ആ കുട്ടി പറയുന്നത്. ആലോചിക്കണം, +1 കുട്ടിയാണ്. +1 കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15ഉം 16ഉം വയസ്സുള്ള കുട്ടിയാണ് പറയുന്നത്, നിന്നെ ഞാൻ കൊല്ലും. എന്തിന്? ആ ഫോൺ എടുത്തു വെച്ചതിന്റെ പേരിൽ. അപ്പൊ ആ കുട്ടിയുടെ ദേഷ്യത്തിന്റെ ഒരു ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് പറയുന്ന സമയത്ത് ഒരല്പം പോലും പഠിപ്പിക്കുന്ന അധ്യാപകരോടോ അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ മൂത്തതാണ് എന്ന് തോന്നുന്ന ഒരാളോടും ഒരല്പം പോലും ബഹുമാനമില്ലാത്ത, ഒരല്പം പോലും ഒരു ഇസ്സത്തില്ലാത്ത ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കാറോ? ഇതേ ഒരു ഇൻസിഡന്റ് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പെൺകുട്ടികളാണ്, ക്ലാസ്സിൽ ഒരു ഇസ്ലാമിക് സ്കൂളാണ് പ്രത്യേകിച്ച് നമ്മുടേത്. അങ്ങനെ ഒരു കുട്ടി എന്ത് ചെയ്തു? ഫോൺ കൊണ്ടുവന്നു. നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു കുട്ടീന്റെ ഫോൺ പിടിച്ചു. ഫോൺ പിടിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഫോൺ ഇനി ഈ കൊല്ലം തരില്ല, ഇയർ എൻഡിലേ തരാവൂ. അപ്പൊ കുട്ടി പറഞ്ഞു, മാം ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നതാണ്, അതുകൊണ്ടാണ് പാരന്റ്സ്. ഞാൻ പറഞ്ഞ, ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന കുട്ടികൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഓഫീസിൽ ഏൽപ്പിച്ചൂടെ ഫോണ്? എന്തിനാണ് ക്ലാസ്സിൽ ഫോൺ കൊണ്ടുപോകുന്നത്? അത് സ്കൂളിന്റെ റൂളിന് എതിരാന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. കുട്ടി നേരെ എന്തായി? നേരെ ടീച്ചറെ ഫോണിൽ നിന്ന് പാരന്റിനെ വിളിച്ചു. ആ പാരന്റ്, ഇപ്പൊ നിങ്ങൾ ഫോൺ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ നിങ്ങളെ സ്കൂള് നടത്താൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് പാരന്റ്. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ, ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നല്ലൊരു തർബിയത്ത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത്, ഞാൻ പറയും ഏറ്റവും ആദ്യത്തെ തടസ്സം എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളാണ് അതിന് ഏറ്റവും വലിയ തടസ്സം. കുട്ടികൾക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. കുട്ടികൾക്ക് അവരെ ഏറ്റവും എന്താണ് മക്കൾക്ക് ഏറ്റവും കംഫർട്ട്, ആ കംഫർട്ടിൽ ഇങ്ങനെ കോഴിക്കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ പോകുന്ന പാരന്റ്സ് ആണ്. അവരെ അടിക്കാൻ പാടില്ല, അവരെ ചീത്ത പറയാൻ പാടില്ല. അവരെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം, എല്ലാത്തിനും പ്രശ്നം. ഓക്കെ, ഞാൻ ഐ എം അഡ്വൈസിങ് യു. ഞാൻ നിങ്ങളോട് എന്താ പറയാ, ഒരു സഹോദരി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ മക്കൾ കുറച്ചൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടണം. കുറച്ചൊക്കെ അവരുടെ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് ചീത്തൊക്കെ കേൾക്കട്ടെ. കാരണം എന്തെന്നറിയോ? ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങക്ക് തോന്നുന്നുണ്ടോ എല്ലാ ആളുകളും നമ്മളെ മക്കളെ സ്നേഹിക്കും, എല്ലാ ആളുകളും നമ്മളെ മക്കളെ ഒരേപോലെ കാണും? എല്ലാ ആളുകളും അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആളുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. നമ്മളെടുത്ത് അത്രയും ആത്മാർത്ഥമായി വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ സഹോദരങ്ങളെ പോലെ നിന്നവർ പോലും ഒരു ദിവസം കൊണ്ട് ശത്രുക്കളാവുന്ന അവസ്ഥകളാണ്. നമ്മുടെ സ്വന്തം ചോരിലുള്ള ആളുകൾ പോലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ട് അടുത്ത ദിവസം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്ന അവസ്ഥ. വളരെ പ്രയാസം, വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥകളാണ് അതൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളെ മക്കളെ വെച്ച് ആലോചിക്കുക. നിങ്ങളെ കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഈ കുട്ടി ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ ആ കുട്ടിക്ക് സ്കൂളിൽ പോണ്ട, എവിടെയും പോണ്ട, പഠിക്കണ്ട. കാരണം എന്താ? ഓളിന്റെ അടുത്ത് സംസാരിക്കില്ല, അല്ലെങ്കിൽ ഓളിന്റെ അടുത്ത് മിണ്ടില്ല, അല്ലെങ്കിൽ ഓൾക്ക് എന്നോട് എന്തോ പ്രശ്നമുണ്ട്. ഇതാണ് നമ്മളെ മക്കളെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്തെന്നറിയോ? യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്താന്നുള്ളത് ഇപ്പോഴും അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിയെങ്കിൽ തന്നെ നമ്മൾ അറിയിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഒരുപാട് ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാര് ഈ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി, ഈ മക്കളൊന്ന് നല്ലോണം വളർത്താൻ വേണ്ടി എല്ലാം മുറിയെ പണിയെടുത്ത് കാറ്ററിങ്, അത് ഇത്, കേക്ക് ഉണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി, ഇനി മറ്റുള്ള ആളുകളുടെ വീട്ടിൽ പോയി അങ്ങനെ രാവില്ലാതെ പകലില്ലാതെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ വളർത്തുന്ന ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഉമ്മമാര് പറയുന്നതെന്നറിയോ?
ഈ ഉമ്മമാര് പറയും നമ്മളെ ഇങ്ങനായി, അതുകൊണ്ട് ഞാൻ എന്റെ പ്രശ്നങ്ങളൊന്നും എന്റെ മക്കളോട് പറയാറില്ല എന്ന് പറയും. അവിടാണ് തെറ്റ്. സെറീൻത എന്തോ പറയണ്ടോ? അൺമ്യൂട്ട് ആക്കി. ഓക്കെ. അവിടെയാണ് തെറ്റ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ അറിയണം. കുടുംബ പ്രശ്നമല്ല കേട്ടോ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ വളർത്തുന്നത്, അതിന് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരറിയട്ടെ. ഞാൻ ഇടക്ക് ഹസ്ബൻഡിനോട് പറയാറുണ്ട്, ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. ചിലപ്പം മൂപ്പര് സൈറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ പറയും എന്റെ മോനെ പോണം, കൊണ്ടുപോയിക്കോ, മോനെ കൂടെ കൊണ്ടുപോയിക്കോ നിങ്ങള്. അപ്പം ഹസ്ബൻഡ് ചോദിക്കും എന്തിനാണ്, ചെറിയ മോനല്ലേ, ഓൻ എന്തിനാ ഇത്രയും വെയിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ചെറുതാണെങ്കിൽ കൂടി, അവനിപ്പോ ആകെ 7 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ പറയും എന്നാൽ കൂടി ഈ സമയത്ത് തന്നെ അവൻ അറിയട്ടെ, അവന്റെ എഡ്യൂക്കേഷന് വേണ്ടി, അവൻക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്റെ വാപ്പ ഇത്രയും വെയിൽ കൊള്ളുന്നുണ്ട്, ഇത്രയും പണിയെടുക്കുന്നുണ്ട്, ഒരു ഓട്ടം ഓടിയിട്ടാണ്. അപ്പൊ എന്താണെന്നറിയോ, എന്റെ മോന് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് എന്തുണ്ടാവും, വാല്യൂ ഉണ്ടാവും. നമ്മളൊപ്പന്മാരും ഉമ്മമാരും ഒന്നും അറിയിക്കില്ല, ഒന്നും അറിയിക്കാതെ മക്കളെ വളർത്തും. ആ മക്കൾക്കോ ഒന്നിനിട്ടൊരു വില ഉണ്ടാവില്ല. ഇപ്പത്തെ കുട്ടികൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണ്. നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. ആ കൊടുക്കുന്ന സാധനം എന്ന് നിങ്ങൾ നിർത്തിയോ അന്ന് നിങ്ങളോടുള്ള സ്നേഹം കഴിഞ്ഞു, ഖലാസ്. അല്ലേ? am I റൈറ്റ്? ആണോ? യെസ്. യെസ്. ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണ് കുട്ടികൾ. അപ്പൊ ഒരു പ്രായം വരെ നമ്മളിങ്ങനെ പാമ്പർ ചെയ്യും കുട്ടികളെ. ഒരു പ്രായം കഴിഞ്ഞാലാണ് നമ്മൾ റിയലൈസ് ചെയ്യുക ഇനി ഇങ്ങനെ പോയാൽ ശരിയാവൂല, ഇതിന്റെ കുട്ടീനെ നന്നായി വഷളാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ വരെ അങ്ങനെ ലൂസാക്കും. ഇനി കുറച്ചൊക്കെ ഒരു ഇതാവട്ടെ, ഇങ്ങനെ ആക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഈ കുട്ടികൾ തിരിയും പാരന്റ്സിന്റെ എതിരെ. എന്ത് പറഞ്ഞിട്ടെന്നറിയോ, എന്റെ ഉമ്മക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ ഉമ്മക്ക് അനിയനാ ഇഷ്ടം, അല്ലെങ്കിൽ കാക്കനാ ഇഷ്ടം, അല്ലെങ്കിൽ താത്തനാ ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മനെ ഇഷ്ടമല്ല. പലപ്പോഴും നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന മക്കളെ കേൾക്കുമ്പോ സങ്കടം തോന്നും. അവര് പറയാൻ തരും എനിക്ക് എന്റെ ഉമ്മാനെ ഇഷ്ടമല്ല, എങ്ങനെങ്കിൽ മരിച്ചു കിട്ടിയാൽ മതി എന്ന് വരെ പറയുന്ന മക്കൾ എന്റെ മുമ്പിൽ വന്നിരുന്ന് പോയിട്ടുണ്ട്. അതറിയോ? ചെറിയ കുഞ്ഞു മക്കള്, 6ലും 7ലും 8ലും 9ലും 10ലും, പ്രത്യേകിച്ച് ഈ +1 +2 സമയത്തുള്ള മക്കളൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. എങ്ങനെങ്കിലും 18 വയസ്സായാ മതി. എന്തിനാ? ഈ ഉമ്മന്റെ അടുത്തുനിന്ന് ഒരു മോചനം കിട്ടൂലോ, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിക്കും എന്താ നിങ്ങളെ മനസ്സിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, അപ്പൊ പറയണ, അപ്പൊ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം എന്ത് ചെയ്താലും ചോദ്യം പാടില്ല. ഓർക്ക് പോണെങ്കിൽ പോകാം, വരുമ്പം വരാം, അത് എങ്ങോട്ടാ പോണ്, ആരൊക്കാ കൂടെ ഉള്ളത്, ആരൊക്കെ അതുള്ളത് എന്നുള്ള ഉമ്മമാരുടെ ഈ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, ആ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അതാണ് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പിടി യുവത്വം അല്ലെങ്കിൽ ഒരു പിടി കുട്ടികൾ നമുക്ക് ശരിക്കും നമ്മളെ മുമ്പിൽ കാണാനായിട്ട് പറ്റും. ഇത് തുടക്കത്തിലേ നല്ലൊരു തെർബിയത്ത് കൊടുത്ത കുട്ടികളാണെങ്കിൽ എന്നാലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്, അല്ലെ? നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇനി ചില ആളുകളുണ്ട് നല്ല ദീനി തർബീയത്തിൽ കൊണ്ടുവന്നായിരിക്കും, നല്ല എല്ലാ കാര്യങ്ങളും വളരെ ചെറുപ്പം മുതൽ അള്ളാഹുവിനെ പറ്റിയും അള്ളാഹിന്റെ ഖദറും എല്ലാ അഖീദ വിഷയങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള കുട്ടികളും തെറ്റിപ്പോവും. അത് അള്ളാഹിന്റെ പരീക്ഷണം എന്ന് വേണം നമ്മൾ പറയാൻ, അല്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ടും നമ്മളെ മക്കൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. റൈറ്റ്? അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് വേണം നമ്മൾ സബറാക്കണം. അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നമ്മുടെ ഉമ്മമാരുടെ വായിൽ നിന്നും ഒരു ശാപ പ്രാർത്ഥന ഉണ്ടാവും, നീ ഒരിക്കലും നന്നാവൂല, അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ, അങ്ങനത്തെ ഒരു സംസാരം നിങ്ങൾ ഉമ്മമാരുടെ വായിൽ നിന്ന് വരാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. കാരണം ഉമ്മമാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര, അള്ളാന്റെ അടുക്ക് ഒരു മറല്ലാത്ത പ്രാർത്ഥന, അത്രയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ പ്രാർത്ഥന. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി നന്നായിട്ട് ദുആ ചെയ്യുക. ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലേ, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്.
اللهم اجعلني مسلمين لك ومن ذريتنا أمة مسلمة لك وارنا مناسكنا وتب علينا إنك أنت التواب الرحيم എന്നുള്ള ഖുർആനിൽ അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൂസാ അലൈഹി സ്വലാമിന്റെ ഒരുപാട് ഒരുപാട് അങ്ങനത്തെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഹിഫ്ള് ചെയ്യുക. ഹിഫ്ള് ചെയ്തിട്ട് അത് എപ്പോഴും പ്രാർത്ഥിക്കുക. എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ കബൂലാക്കപ്പെടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ, വെള്ളിയാഴ്ച അസറിനും മഗ്രിബിനും ഇടയിൽ, അല്ലെ? കോഴി കൂവുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത്, അങ്ങനെ ദുആ കബൂലാക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഓരോ ദിവസം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് പറഞ്ഞ 5 വക്തുണ്ട് നമുക്ക് എല്ലാ ദിവസവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് പറഞ്ഞു ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. 5 വക്ത് നമുക്ക് എന്തായാലും അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞ സമയം നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ, നമ്മളത് ഉപയോഗിക്കൂലെന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ബാങ്ക്, എന്ത് ഇക്കാമത്ത്, ബാങ്ക് കൊടുക്കുമ്പോ കൊടുക്കും, ഇക്കാമത്ത് കൊടുക്കുമ്പോ കൊടുക്കും, അല്ലേ? ആ ഇടയിലൊക്കെ ഇരുന്ന് എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. നമസ്കാരത്തിലെ തഹജ്ജുദിലെ രാത്രിയുടെ അവസാന സമയത്തൊക്കെ എഴുന്നേറ്റ് നമ്മളെ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാതെ തോന്നിയ പോലെ മക്കളെ അങ്ങനെ വിടുന്ന ഒരു രീതി സഹോദരന്മാരെ ഉണ്ടാവരുത്. കാരണം എന്താ അറിയോ, ചെറുപ്പത്തിൽ ആദ്യം എല്ലാരും പറയും, ആ ചെറിയ കുഞ്ഞു കുട്ടികളല്ലേ, 8-ലല്ലേ എത്തിയിട്ടുള്ളൂ, 9-ലല്ലേ എത്തിയിട്ടുള്ളൂ. നമ്മുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളെ മക്കൾ എത്ര വലുതായി കഴിഞ്ഞാലും അവര് നമുക്ക് മക്കളാ. അവര് നമ്മളെ കണ്ണിൽ വലുതാവുന്നത് നമ്മൾ കാണൂല. നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും അത് വലിയ പോത്ത് പോലെ വലിപ്പം വെച്ചാ മോളെന്ന്. പക്ഷെ നമ്മൾക്ക് തോന്നൂല. അപ്പൊ നമ്മൾ പറയും, ഏയ് 1-ാം ക്ലാസ് അല്ലേ, ഏയ് 10-ാം ക്ലാസ് അല്ലേ, പിന്നെ തലേ തട്ടട്ടാ മതി, സമയമുണ്ടല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോ നിർബന്ധമായിട്ട് എന്തായാലും തല മറക്കേണ്ടി ഒരു ഹിജാബ് ഇടണം, നിക്കാബ് ഇടണം, അല്ലെങ്കിൽ പർദ്ദ ഇടണം, അതിടണം ഇതിടണം. അതുകൊണ്ട് കുറച്ചു കാലം മക്കൾ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഒരു 10 വരെ അല്ലെങ്കിൽ +1 +2 വരെ ഈ ഉമ്മമാരും ഉപ്പമാരും കുട്ടികളെ നിർബന്ധിക്കേ ഇല്ല ദീനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്. നിസ്കാരിക്കാൻ നിർബന്ധിക്കൂല, നല്ല വസ്ത്രങ്ങൾ, നല്ല അതബുള്ള വസ്ത്രങ്ങൾ ഇടാൻ നിർബന്ധിക്കൂല, ഒക്കെ കുറച്ചൊക്കെ ഓരോ ഇഷ്ടത്തിന്. ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ, അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിടും. അവസാനം പിടിക്കുന്ന സമയം, അപ്പോഴോ ആ സമയത്ത് നിങ്ങൾക്ക് ഒരിട്ട് പിടിച്ചാൽ കിട്ടേയില്ല, പോയി പണി നോക്കാൻ പറയും ഈ കുട്ടികള്. നിങ്ങൾ ആദ്യം കുറെ അടിച്ചു പൊളിച്ചില്ലേ, നിങ്ങൾ ആദ്യം ഇങ്ങനെയൊക്കെ ശീലിക്കും. അല്ലായിരുന്നോ? എന്താ എന്തോ പറഞ്ഞു? അപ്പം കൈവിട്ടു. അപ്പൊ കൈവിട്ടു, ഒബ്വിയസ്ലി കൈവിട്ടു പോവും, ഉറപ്പായിട്ടും. അതിന് പ്രായം എന്നൊന്നുമില്ല. ഒരു തെർബിയത്ത് കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, അത് ശ്രദ്ധിക്കണം, അതൊരു ശീലമാക്കി മാറ്റണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒരു തട്ടം കൈമ കൊടുത്തിട്ട് പറയാണ് മക്കളെ തല മറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തട്ട അവിടെ ഇട്ടിട്ട് കുട്ടികളെ വേണ്ട വഴിക്ക് പോവും. ഇന്നത്തെ കുട്ടികളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോ സങ്കടം തോന്നും, ഭയങ്കര സങ്കടം തോന്നും കാണുമ്പോ. നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ കുട്ടികള് ചെറിയ എന്താ പറയാ, ഒരു ജീൻസ്, ലൂസുള്ള ജീൻസ് പാന്റും ചെറിയ ക്രോപ്പ് ടോപ്പും തലയിലേക്ക് ആ ഹിജാബ് എടുത്ത് ഇടുന്നത് പോലും മോശമായി കാണുന്ന കുട്ടികൾ, നമ്മുടെ മക്കൾ ആലോചിക്കണം. ഏറ്റവും കൂടുതൽ ഇന്ന് മേക്കപ്പ് ഇല്ലാതെ, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ഇന്ന് മേക്കപ്പ് ഇടാതെ പുറത്തിറങ്ങുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുമോ? ബാക്കിയുള്ള ആളുകളെ ഞാൻ പറയുന്നു, നമ്മുടെ കൗമിലെ കുട്ടികളിൽ തന്നെ ഇപ്പൊ ഭൂരിഭാഗം ആളുകളും മേക്കപ്പ് പോലും ഇട്ട് നമ്മളെ ദീൻ എന്താ പറയുന്നത്, ദീനിൽ എന്താ പറയുന്നത്, ഇസ്ലാമിൽ പറയുന്നത് നമ്മുടെ ഭംഗി എന്ത് ചെയ്യാനാണ്, മറയ്ക്കാൻ പറയുന്ന ഇസ്ലാം, അല്ലേ? എന്നിട്ട് നമ്മളെ മക്കൾ എന്താ ചെയ്യണത്? നമ്മളെ മക്കൾ നേരെ തിരിച്ചാ, ഉള്ള ഭംഗി കുറച്ചും കൂടി പുട്ടിട്ടിട്ടും ലിപ്സ്റ്റിക് ഇട്ടിട്ടും അതിട്ടിട്ടും ഇതിട്ടിട്ടും അത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് പുറത്തേക്ക് കാണിച്ച് പുറത്തിറങ്ങുന്നു. അതിൽ യാതൊരു ലജ്ജയും യാതൊരു കുറവും യാതൊരു പ്രശ്നമല്ലാത്ത രക്ഷിതാക്കൾ. കുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ രക്ഷിതാക്കൾക്ക് തോന്നുന്നില്ല അത് മായച്ചിട്ട് പുറത്തു പോയാൽ മതി, അത് ഇടരുത് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇന്നത്തെ ഉമ്മമാർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഉമ്മയും വാപ്പയും അനുസരിക്കാത്ത കുട്ടികൾ, പേടിയില്ലാത്ത കുട്ടികൾ, ഓർക്ക് പിന്നെ ദുനിയാവിൽ ആരോടാ പേടി ഉണ്ടാവുക? ഉമ്മനെ വാപ്പനെ വില അല്ലെങ്കിൽ, ഉമ്മനെ ഇപ്പനെയും അനുസരിച്ചില്ലെങ്കിൽ
അവര് വേറെ ആരും അനുസരിക്കില്ല. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിലെ ചെറിയ 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 ഭാഗങ്ങളിൽ ഉണ്ടാവുള്ളൂ. അവരുടെ ജീവിതത്തിൽ ത്രൂ ഔട്ട് ജനനം മുതൽ മരണം വരെ ഉണ്ടാവുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. അപ്പൊ അവരനുസരിക്കേണ്ടത് നിങ്ങളെയാണ്, അവര് സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്, അവര് പേടിക്കേണ്ടതും നിങ്ങളെയാണ് ദുനിയാവിൽ കേട്ടോ. അതിന് ആദ്യം അവർക്ക് പേടിണ്ടാവേണ്ട റബ്ബിനാണ്. റബ്ബിന് അത് ആ ബന്ധം, ആ ഒരു കണക്ഷന് സെറ്റ് ആയാല് അൽഹംദുലില്ലാ, പിന്നെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബന്ധം സെറ്റ് ആയാൽ അള്ളാഹുവും നമ്മളെ മക്കളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് അൽഹംദുലില്ലാ, അത് എന്താ പറയാ, ഉറച്ചതാണെങ്കിൽ പിന്നെ നമുക്ക് വിഷയമല്ല ഇൻഷാ അള്ളാ. പിന്നെ ആ മക്കൾ എന്ത് ചെയ്യും? അവർക്ക് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും, ഞാൻ ഇതിന്റെ പേരിൽ ചോദ്യം ചോദിക്കപ്പെടും എന്നുള്ളൊരു ഭയം ആ കുട്ടികളിൽ ഉണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾ കൂടെ നിന്നൊടുത്താൽ മതി ആ മക്കൾക്ക്. നല്ലൊരു സുഹൃത്തായി, നല്ലൊരു ഉമ്മയായി, നല്ലൊരു വാപ്പയായിട്ട് നിങ്ങൾ കൂടെ നിന്നൊടുത്താൽ മതി. അതല്ലാത്ത കുട്ടികൾ, അതല്ലാത്ത കുട്ടികളുടെ കാര്യം അത് ശരിക്കും ഭയാനകമാണ്. കാരണം എന്താ അറിയോ, നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് 15 വയസ്സ് കഴിയുമ്പോഴല്ല, അത് ചെറുപ്പം മുതലേ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും കുട്ടികൾക്ക് എന്തുണ്ടാവണം എന്നറിയോ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മള് കൂടുതലായിട്ട് നമ്മൾ നരകം പറഞ്ഞു കൊടുക്കട്ടോ, ഇല്ല എന്നല്ല, കൂടുതലായിട്ട് സ്വർഗത്തിന് ഇങ്ങനെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് സ്വർഗത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ പറയും ചെയ്യും, മോനെ ഈ ചെയ്തു കഴിഞ്ഞാൽ നീ നരകത്തിലേക്ക് എത്തും, ആ നരകത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്താ വെച്ചാൽ നിസ്കരിക്കുമ്പോഴേക്കും മക്കൾ ചോദിക്കുക എന്താ വെച്ചാല്, ഞാനിപ്പോ പറഞ്ഞു നോക്കുക അള്ള കേട്ടിട്ടുണ്ടാവോ? ഒബ്വിയസ്ലി കേട്ടിട്ടുണ്ടാവും. നിസ്കരിക്കാന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വർഗത്തിലേക്ക് എത്താനുള്ള വലിയൊരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇഷ്ടം എന്ത് ഉണ്ടാവും? ആ ഒരു ഇഷ്ടം പലപ്പോഴും ആ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഇഷ്ടം, അതോടൊപ്പം അള്ളാഹിനെ ഒരു ഭയം എന്താ അത് നിർബന്ധമായിട്ട് വേണം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ ഇത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. അള്ളാഹു എന്താ പറയാ, ശിക്ഷിക്കും എന്നുള്ള ബോധ്യം കൃത്യമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവും. അതോടൊപ്പം ഒരു ഇഷ്ടം അള്ളാഹുമായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ, ബോണ്ട് ചെയ്യാൻ കുറച്ച് ഈസി ഉണ്ടാവും ഇൻഷാ അള്ളാ. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ്, ഇത് ഇങ്ങനെ തെറ്റാണ്, അത് തെറ്റാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ആ ബോധം ആദ്യം ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം, അല്ലേ? അല്ലാതെ ഒരു കുട്ടി ജീൻസ് ഇട്ട് പോകുമ്പോ അല്ലെങ്കിൽ തലയെ തട്ടടാതെ നടക്കുന്ന സമയത്ത് നമുക്കേ ഒന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടികളോട് എന്ത് പറയാനാണ്? പല ഉമ്മമാര് പോലും ഇപ്പൊ എന്താ, തലയിൽ തട്ടമില്ല, ഫുള്ള് മേക്കപ്പിലാണ് ഉമ്മമാര് തന്നെ. പിന്നെ അത്തരത്തിലുള്ള ഉമ്മമാരുടെ മക്കളെ നമ്മൾ എന്ത് പറഞ്ഞ് ശരിയാക്കാനാണ്? അപ്പൊ ആദ്യം ഒരു മാറ്റം നിങ്ങളെ കുട്ടികളിൽ ആവശ്യമുണ്ടെങ്കിൽ മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. ആ മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അവർക്കൊരു മാതൃകയായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും കുട്ടികളോട് പറയേണ്ട ആവശ്യമില്ല, നീ ഇന്നാളെ കണ്ടുപഠിക്കുക, മറ്റേ മുത്തമ്മന്റെ മോളെ കണ്ടുപിടിക്കുക, അളാമ്മന്റെ മോനെ കണ്ടുപിടിക്കുക എന്ന് പറയാതെ നീ എന്നെ കണ്ടുപഠിക്കുക എന്ന് പറയാൻ ഉള്ള ഒരു മാതൃക നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ദീനിന്റെ വിഷയത്തിലായിക്കോട്ടെ, സ്വഭാവത്തിലായിക്കോട്ടെ, സംസാരത്തിലായിക്കോട്ടെ, എല്ലാ വിഷയത്തിലും. അപ്പൊ നമ്മൾ മക്കളുണ്ടാവും. കാരണം മക്കളെ ഒരു നല്ല തർബിയത്ത് കൊടുത്ത് വളർത്തുക എന്ന് പറയുന്നത് അത് ഭയങ്കര, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കൂലി വെച്ചത് എന്തിനാ? അത് ഭയങ്കര ഒരു സംഭവമാണ്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ മാറണം ആദ്യം. നമ്മൾ മാറൽ നിർബന്ധമാണ്. നമ്മൾ തന്നെ ഫുൾ ടൈം ഫോണിൽ റീൽസും കണ്ട് പാട്ടും കേട്ട് സിനിമയും കേട്ട് ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് കയറി വന്ന സമയത്ത് സീരിയൽ കാണുന്ന ഉമ്മമാര്, സോഫയിൽ ഇരുന്ന് പലതും കാണുന്ന ഉമ്മമാര്, ഈ ഉമ്മമാരാണ് കുട്ടികൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ തുടങ്ങിയോളൂ ഇത് കാണാൻ. അപ്പൊ കുട്ടീന്റെ മനസ്സിലെന്താ? ആദ്യം നിങ്ങൾ പോയി നന്നാകും, ആദ്യം നിങ്ങൾ സീരിയൽ കാണണല്ലേ, നിങ്ങൾ അത് കാണില്ലേ, നിങ്ങൾ ഇത് കാണില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ നമ്മളോട് പറയുന്നത് എന്ന് കുട്ടികൾ ചോദിക്കും. ഇപ്പത്തെ കുട്ടികൾ പ്രത്യേകം ചോദിക്കും. എനിക്ക് തോന്നുന്നു നമ്മളെ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ ഓർമ്മ ഉണ്ടല്ലോ, പിന്നെ ടപ്പ 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 എന്നുള്ള 4 അടിയായിരിക്കും കിട്ടല്, റൈറ്റ്? പക്ഷേ ഇപ്പത്തെ കുട്ടികൾക്ക് അത് ചോദിക്കാൻ വരെ മടിയില്ല. നിങ്ങൾ കാണില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ നമ്മളോട് പറയണേ? നിങ്ങൾ മേക്കപ്പ് ഇടണില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ നമ്മളോട് പറയണേ എന്ന് പറയും നമ്മളെ മക്കൾ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ?
അത് പറ്റില്ല. നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യണം, പക്ഷെ കുട്ടികൾ നന്നാവണം. അത് നടക്കോ? അത് നടക്കോ? നടക്കൂല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മൊല്ലാക്ക നിന്നതാക്കിയാൽ അല്ലേ, ഞാൻ ബാക്കി പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. അതാണ് അവസ്ഥ. അപ്പം ചേഞ്ച് ഷുഡ് സ്റ്റാർട്ട് വിത്തിൻ അവർ സെൽഫ്, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം മക്കൾക്ക് വേണ്ടി ഒരല്പം മാറാൻ നമ്മൾ ആദ്യം തയ്യാറാവണം. ആദ്യം ഇപ്പത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര മ്യൂസിക്കിന്റെ അഡിക്റ്റ് ആണ്. മ്യൂസിക്കിന്റെ അഡിക്റ്റ് ആണ് ഭയങ്കര. ഏത് സമയവും ചെവിയിൽ മ്യൂസിക് ആണ്, സംഗീതം അല്ലാതെ. എല്ലാ കല്യാണത്തിന് സംഗീതം, ഒരു ബസ്സിൽ കയറിയ സംഗീതം, ഒരു മോളിൽ കയറിയ സംഗീതം, ബാത്റൂമിൽ കയറിയാൽ പോലും ഇപ്പൊ പാട്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് കൊണ്ട് കുട്ടികൾക്കുണ്ടാവുന്ന ഫിത്ന എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്, സത്യമായിട്ട്. ഞാൻ വെറുതെ പറയില്ല, കാരണം അതിന്റെ ഒരുപാട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിപ്പോ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. കാരണം അതിനെനിക്ക് കുറച്ച് സമയം അധികം വേണം. കാരണം പല പാട്ടുകളിലും ഷെയ്ത്താന്റെ ഷെയ്ത്താനെ പറ്റി വരികളും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഷിർക്കുകൾ വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ഷിർക്കുകൾ വരുന്ന ഒരുപാട് പാട്ടുകൾ. സംഗീതം അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സംഗീതങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംഗീതം ഹറാമാക്കിയത് എന്നുള്ളത്. അത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ്, ലിറിക്സ് ആണ് ഇന്നത്തെ പാട്ടുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അല്ലേ? ഇന്നിപ്പോ നമ്മളെ കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം കോളേജില് ആ കോളേജ് ഫെസ്റ്റിവലിന്റെ സമയത്ത് അവിടെ വെച്ച പാട്ട് എന്ന് പറയുന്നത്, അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു മറയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ തുള്ളാ കിടന്നിട്ട്. ഏത് പാട്ടെന്നറിയോ? ഹരേ റാം എന്ന് പറയുന്ന പാട്ട്. അസ്തഗ്ഫിറുല്ലാഹ് നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മത്തിനെ കാക്കട്ടെ. എന്നിട്ട് നമ്മളെ കുട്ടികൾ ഇങ്ങനെ ആടണം ആ ഭജനത്തിന്. അതൊരു ഹിന്ദി പാട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അവർക്കെന്താ, കുട്ടികളുടെ മനസ്സിൽ അതൊരു പാട്ടാണ്. പക്ഷേ അത് പാടുന്ന നാവില് എന്താ എന്താ എനിക്കറിയില്ല എന്താ പറയാന്ന്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം നമ്മളൊക്കെ ജാഹിലിയത്തിൽ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു അഭിനയ വരാതെയുള്ള ഒരു പാട്ട് കേട്ടാ. അതിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ ഹിന്ദി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് തർജുമ ചെയ്ത് തരുകയും വേണം. എന്താണെന്നറിയോ? തുജ്മേ റബ് ദിക്താ ഹെ യാരാ മേ ക്യാ കറൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. തുജ്മേ റബ് ദിക്താ ഹെ, അതിന്റെ അർത്ഥം എന്താണ്? ഹിന്ദി അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരോ. തുജ്മേ റബ് ദിക്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ അർത്ഥം? എല്ലാരും ഉറങ്ങിയോ? ഹലോ, ആരുമില്ല? നിന്നിൽ ആണ്. ഞാൻ എന്റെ റബ്ബിനെ കാണുന്നു. ആ, നിന്നിൽ ഞാൻ എന്റെ റബ്ബിനെ കാണുന്നു. ആ ഒരു വരിയുടെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കേ. ഒരു മനുഷ്യനെ നോക്കുമ്പോ, ഒരാളെ നോക്കുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിനെ കാണാണ്. ഈ പാട്ട് എത്ര കുട്ടികൾ വായന കൊണ്ട് പാടിയിട്ടുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ വരുന്ന ശിർക്കാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട്, എനിക്ക് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് തെളിവുകൾ നിങ്ങളെ മുമ്പിൽ എനിക്ക് നിരത്താൻ പറ്റും. ലക്ഷക്കണക്കിന് തെളിവുകൾ. സിഹറിന്റെ വാക്കുകൾ, ജിന്നിനെയും ഷെയ്ത്താനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പാട്ടുകൾ ഇന്ന് പല റീൽസിലൂടെയും നമുക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഇന്ന് നമ്മൾ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് ബാക്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ആലോചിക്കണം. അപ്പൊ എത്രത്തോളം ഡേഞ്ചർ ആണെന്ന്. ആ ഒരു ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ തെന്നി വീണോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിൽ യാതൊരു സംശയവുമില്ല. മ്യൂസിക് ഹറാമാകുന്നതിൽ ഒരു സംശയവുമില്ല. അതിന്റെ മുഴുവൻ തെളിവുകളും ഞാൻ പറഞ്ഞില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും എനിക്ക് നിങ്ങളെ മുമ്പിൽ നിരത്തി വെക്കാൻ പറ്റും. പക്ഷെ അതിന് എനിക്ക് ഈ സമയം പോരാ. അതുകൊണ്ടാണ് പല പാട്ടുകാരും പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്നില്ല, നമ്മൾ ആരാധിക്കുന്നത് പിശാചിനെയാണ് എന്ന് തുറന്നു പറഞ്ഞ പല പാട്ടുകാരെയും നമുക്ക് ഇന്ന് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവര് തുറന്ന് പറയാണ്, ഞാൻ സഹായം തേടുന്നത് പിശാചിനോടാണ്.
അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു പൈശാചികത അവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ ഇറങ്ങും എന്നുള്ളതാണ്. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആണ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം. അതും നിങ്ങൾ തടയണം. അത് വളരെ ഡേഞ്ചർ ആണ്. ഈ ഉമ്മമാര് നിങ്ങൾ എന്ത് ചെയ്യണം, ഉപ്പമാര് ആരും എല്ലാരും ഒരേപോലെ നിന്നിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, പാട്ട് കേൾക്കരുത്, ആ പാട്ടിന് ഇത്ര 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 ഡേഞ്ചർ ഉണ്ട് എന്ന വിഷയത്തിൽ നിങ്ങൾ കൃത്യമായി കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പം നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും നെസിഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ പലപ്പോഴും കുട്ടികളോട് സംസാരിക്കൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്. മ്യൂസിക്, LGBTQ, ട്രാൻസ്ജെൻഡേഴ്സ്, ഏത്തിസം, നിരീശ്വരവാദം, ഇപ്പത്തെ കാലഘട്ടത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്യാറ്. കാരണം എന്താ വെച്ചാല് നമ്മുടെ സ്കൂളില് കുട്ടികൾ അൽഹംദുലില്ലാ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നാളെ ഒരു പുറത്ത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ഈ സൊസൈറ്റിയെ പരിചയപ്പെടണം, അതിന്റെ ഇസ്ലാമിക ഇത് എന്താണ്, അതിൽ നമ്മളെ മക്കൾ എന്തൊരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സംസാരിച്ചത് മ്യൂസിക്കും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ ആയിരുന്നു. മ്യൂസിക് എത്രത്തോളം ഒരു മനുഷ്യന്റെ ബ്രെയിനും തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും അത് എത്രത്തോളം ഫിത്ന ഉണ്ടാക്കുമെന്നും എന്നിട്ട് അതിന്റെ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് പറഞ്ഞു. ഞാൻ ഒരുപാട് വീഡിയോസ് അങ്ങ് കാണിച്ചു കൊടുത്തോടു കൂടി നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ അന്തം വിട്ടിട്ട്, മാം ഇങ്ങനൊക്കെ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞ ആ മക്കളെ ഇങ്ങനൊക്കെ ഉണ്ട്. അതിനുശേഷം അൽഹംദുലില്ലാ ഒരു 90% കുട്ടികളും വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി മേലാൽ മാം നമ്മള് പാട്ട് കേൾക്കണ പരിപാടിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഖൈർ, നിങ്ങൾക്ക് നല്ലത്. അൽഹംദുലില്ലാ. ഒരുവിധം നമ്മളെ മക്കളൊക്കെ വാറക്കുള്ള അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് ഒരുവിധം കുട്ടികൾ ഓൾറെഡി മ്യൂസിക് ഒന്നും കേൾക്കാത്ത മക്കളാണ്. വാറക്കല്ല. പക്ഷെ എന്നാലും ഒരു ചെറിയ ശതമാനം കുട്ടികൾ എന്തുണ്ട്, അതിൽ അടിമപ്പെട്ട മക്കളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് പേടി തോന്നും. ശരിക്കും ഞാൻ ആ വീഡിയോ ഒക്കെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് പേടി തോന്നും. ഞാൻ ലാപ്പിലായിപ്പോയി സൂം കണക്ട് ചെയ്ത്, എന്റെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് സ്ക്രീന് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഇത് ചെറിയ കാര്യമില്ലേ, പാട്ടൊക്കെ ഇപ്പൊ ആരാ കേൾക്കാത്തത്? കുറച്ചൊക്കെ നമ്മളെ മക്കൾ പാട്ടൊക്കെ കേൾക്കട്ടെ. എല്ലാരും ഇപ്പൊ പാന്റ് ഷർട്ടെല്ലാം ഇടണം, കുറച്ചൊക്കെ നമ്മളെ മക്കൾ പാന്റ് ഷർട്ട് ഇട്ടോട്ടെ. ഇന്ന് ആരാ ഇപ്പൊ ലിപ്സ്റ്റിക് ഇടാത്ത, അതുകൊണ്ട് കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ. അങ്ങനെ എല്ലാം സമ്മതിച്ച് ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് കുട്ടികൾ എത്തുകയും പിന്നീട് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം അവർ ചെയ്യട്ടെ, അവർക്ക് വേണ്ട ഫ്രീഡം കൊടുത്തോ, അല്ല എന്നല്ല. പക്ഷെ ദീനിന്റെ പരിധി വിട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടു നിൽക്കരുത്. കാരണം എന്താ അറിയോ, നാളെ ഖിയാമത്ത് നാള് മാശറിൽ എത്തിക്കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ മേലേക്ക് കൈ ചൂണ്ടും. എന്റെ ഉപ്പ എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ എന്റെ ഉമ്മ എനിക്ക് ഇത് തെറ്റാന്ന് പറഞ്ഞു തന്നിട്ടില്ല, അവരെനിക്ക് വേണ്ടത്ര ദീൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നൊരവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പം എല്ലാരും വാക്സിനേഷൻ എടുക്കും അല്ലെ? ചെറിയ കുഞ്ഞ് 5 മാസം 2 മാസം മുതൽ അങ്ങാണ്ട് വാക്സിനേഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കും, ഓ പാവന്റെ കുട്ടിക്ക് പനിക്കും, എന്റെ കുട്ടിക്ക് വേദന, അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കൂല നമ്മൾ വിചാരിക്കോ? എല്ലാരും എടുക്കില്ലേ? എല്ലാരും എടുക്കാത്തവരുണ്ട്, പക്ഷെ എന്നാലും ഭൂരിഭാഗം ആളുകൾ പോയി എടുക്കില്ലേ? ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അലാറം വെച്ചിട്ടൊക്കെ പോയി എടുക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ, അല്ലേ? എന്ത് ചെയ്യുന്നിട്ട് കുട്ടിക്ക് വേദന ആവൂലേ, കുട്ടിക്ക് പനിക്കൂലേ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? കാരണം ആ വേദന കൊണ്ട് അത് കഴിഞ്ഞാൽ ഒരു വിശ്വാസം ഉണ്ട്, പക്ഷെ ആ സുഖം കുട്ടിക്ക് വരില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ആ സമയത്തുള്ള വേദന ആക്കല് നമ്മൾ കണ്ണടയ്ക്കുന്നത്. അതേപോലെ നിങ്ങൾ ഇപ്പൊ കുറച്ചൊക്കെ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കും, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അത് മറ്റുള്ള കുട്ടികളിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കും, സ്വാഭാവികമാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ നിയന്ത്രിക്കുന്നത്? നാളെ ഒരു സ്വർഗത്തിലേക്ക്, ഒരു സ്വർഗം എന്ന് പറയുന്ന സ്വർഗത്തിലെ ഒരു ജീവിതം അതുണ്ടല്ലേ, അത് സത്യമാണെന്ന് നമുക്കറിയാം. അവിടേക്ക് എത്താൻ വേണ്ടി കുറച്ച് കുട്ടികളെ നിങ്ങൾ ഇവിടുന്ന് വേദന ആക്കിയാൽ, വേദന എന്ന് ഉദ്ദേശിച്ച് അടിച്ച് സൈഡാക്കാനല്ല, ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ട് അതിൽ യാതൊരു പ്രശ്നവുമില്ല. അതിലൊരു പ്രശ്നമില്ല. അത് ആദ്യം നമ്മൾ രക്ഷിതാക്കൾ അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം കൂടി ഞാൻ ഇതോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് എനിക്കറിയാം നിങ്ങളൊക്കെ നല്ല ഉറക്കം വന്നിരിക്കുകയായിരിക്കും എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പോകുന്നില്ല. അതേപോലെ തന്നെ കുട്ടികളുടെ തർബീയത്തില് ഒരു വലിയ പങ്ക് ഉമ്മക്കുള്ളത് പോലെ തന്നെ വാപ്പമാർക്കും ഉണ്ട്.
ഓക്കെ. വാപ്പന്മാർക്കുണ്ട്. അവര് ജോലിക്ക് പോകുന്നത് കൊണ്ട് മാത്രം ഒരു കുട്ടികളെ നോക്കരുത് എന്നൊന്നുമില്ല. വാപ്പമാര് കുട്ടികളുടെ തർബീയത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് തന്നെ അറിയാലേ, വാപ്പന്മാര് വളർത്തുന്ന മക്കളും ഉമ്മമാര് വളർത്തുന്ന മക്കളും നോർമലി നമ്മുടെ സൈക്കോളജിയിൽ പറയാൻ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്നാണ്. ഉമ്മമാര് വളർത്തുന്ന മക്കളും ഉപ്പമാര് വളർത്തുന്ന മക്കളും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് സൈക്കോളജിയിൽ പറഞ്ഞാൽ അള്ളാഹു. പക്ഷെ നമുക്ക് ഖുർആനിൽ തന്നെ അതിന്റെ പല എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ലുക്മാൻ അലൈഹിസ്സലാം അല്ലെ, ഓക്കെ, ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും അല്ലെ. എന്തുകൊണ്ടാണ്? ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാണത്. ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ് ഷാറുഖ്. ഓക്കെ, ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പൊ വാപ്പമാർക്കും കുട്ടികളുടെ തെർബിയത്തിൽ എന്തുണ്ട്? അതില് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ഉമ്മയെ പോലെ തന്നെ. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഉമ്മമാരെ ഇവര് സ്ഥിരം കണ്ട് 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 ഒരു വിലയില്ലാത്തൊരു അവസ്ഥയാണ് പൊതുവെ ഉമ്മമാർക്ക്. പക്ഷെ ഉപ്പമാർക്ക് അങ്ങനല്ല. ഉപ്പനെ പലപ്പോഴും കുട്ടികൾക്ക് പേടി ഉണ്ടാവും, ഒരു സ്നേഹം ഉണ്ടാവും അല്ലെ. പേടിയാണ്. ഉപ്പ എന്ത് പറയുമ്പോഴത്തേ ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ ഉപ്പ ചീത്ത പറയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമാണ്. കാരണം ഉമ്മന്റെ ചീത്ത എല്ലാ ദിവസവും നിൽക്കണല്ലേ. അതുകൊണ്ട് ഒരു 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 വില ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ വിഷയങ്ങൾ എപ്പോഴും ഭർത്താക്കന്മാരോട് നമ്മൾ എന്ത് ചെയ്യുക? ചർച്ച ചെയ്യണം. ഇതെങ്ങനെയൊക്കെയാണ്, എന്റെ മോള് ദീനപരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട്, ഇവളുടെ ദീൻ അല്ലെങ്കിൽ എന്റെ മകന്റെ ദീൻ ഇമ്പ്രൂവ് ചെയ്യാൻ, അവനെ കുറച്ചും കൂടി ദീനപരമായിട്ട് പഠിപ്പിക്കാൻ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ അവരെ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ മാനിച്ചുകൊണ്ട് അവരെ കൂടി ഈ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യാം? ഈ ഒരു പ്രോസസ്സിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് രണ്ടുപേരും കൂടി ഇൻഷാ അള്ളാഹ് നടത്തുന്ന ഒരു തർബിയത്താവുമ്പോ ഇൻഷാ അള്ളാഹ് പിന്നെ പ്രാർത്ഥന ഫസ്റ്റ് പ്രാർത്ഥന അള്ളാഹ് നന്നായിട്ട് ദുആ ചെയ്യുക. ഉമ്മയും ഉപ്പയും ഒരുമിച്ച് എന്ത് ചെയ്യുക? ആ ഒരു തർബിയത്തിന്റെ വിഷയത്തിൽ നന്നായിട്ട് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഒരു തലമുറയെ ഇൻഷാ അള്ളാഹ് വാർത്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം ഞാന് ഒരു 5-6 മിനിമം സ്കൂളിൽ വർക്ക് ചെയ്ത ആളാണ്. ഓക്കെ, അതിൽ ഇസ്ലാമിക് സ്കൂൾ ഉണ്ട്, ഇസ്ലാമിക് അല്ലാത്ത സ്കൂൾ ഉണ്ട്, പല 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 ടൈപ്പ് ഓഫ് സ്കൂളിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ആ സ്കൂളുകളിൽ ഇവിടെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. ആ സ്കൂളുകളിലൊക്കെ ഈ സുബ്ഹാനല്ലാഹ് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാന്നാവും. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും കാണിച്ചു കൂട്ടുന്ന കാര്യം. ഇനി പെൺകുട്ടികൾ മാത്രം സ്കൂളാണെങ്കിലോ, പെൺകുട്ടികൾ മാത്രം, എക്സ്ക്യൂസ് മീ, ഞാൻ എന്റെ മോളൊന്ന് മടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളാണെങ്കിലോ കാര്യമില്ല. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ കാര്യമില്ല, ഫിത്തന ഉണ്ടാവും, നല്ല ഫിത്തന ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ സെലക്ട് ചെയ്യുന്ന സ്കൂൾ, കാരണം അവിടുന്നാണ് കുട്ടികൾക്ക് എന്ത് വരാ? ഈ പല പല സെലിബ്രേഷൻസ് ആയിരിക്കും, പല ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ. ഇപ്പൊ ഞങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളില് ചെറിയ കുഞ്ഞു മക്കളുടെ സ്കൂളാണ്. ആലോചിക്കണം, LKG UKG ഉള്ള സ്കൂളാണ്. ആ സ്കൂളിൽ ലാസ്റ്റ് നടന്ന പരിപാടി എന്താ പറയാ? ഹാലോവിൻ സെലിബ്രേഷൻ. ഹാലോവിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാശ്ചാത്യ, അതായത് വെസ്റ്റേൺ കൺട്രീസിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി നടത്തുന്ന എന്തോ ഒരു സംഭവമാണത്. അത് ഇവിടെ നമ്മുടെ കോഴിക്കോട് വളരെ പ്രശസ്തമായ ഒരു സ്കൂളില്, എന്നിട്ട് കുട്ടികൾ ഈ പ്രാതത്തിന്റെ ഡ്രസ്സുകളും മുഖത്ത് മുഴുവൻ കരി തേച്ച് വലിയ പല്ലൊക്കെ വെച്ച് കുട്ടികൾ അങ്ങനത്തെ ഒരു വേഷത്തിൽ അന്നത്തെ ദിവസം വരിക. ഇപ്പൊ വിളക്ക് കത്തിക്കുക. സുബ്ഹാനല്ലാഹ്, എങ്ങോട്ടേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത്? ഇത് കണ്ടിട്ടാണ് ചെറുപ്പത്തിലെ മക്കൾ വളരുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ തെറ്റായി തോന്നുക? എങ്ങനെ തെറ്റായി തോന്നുന്നത്? ഒരിക്കലും തെറ്റായി തോന്നൂല, നെവർ എവർ. അപ്പൊ നമ്മള് കുട്ടികൾക്ക് നല്ല സ്കൂള് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഭയങ്കര, പല പാരന്റ്സും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത, എല്ലാവർക്കും വേണ്ട എന്താ അറിയോ? എല്ലാവർക്കും വേണ്ടത് കുട്ടികള് നല്ല സ്കൂളിൽ പഠിക്കണം. അത് എന്താ പറയാ, കോൺവെന്റ് സ്കൂൾ ആയാലും കുഴപ്പമില്ല, ഏത് ഇതായാലും കുഴപ്പമില്ല, നല്ല സ്റ്റാൻഡേർഡ് സ്കൂൾ ആവണം. അതിൽ ഇപ്പുറത്തുള്ള സൈഡ് നമ്മൾ ആരും നോക്കും. ഞാനൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സ്കൂളാണ്. അവിടെ തലേ തട്ടം പോലും ഇടാൻ പാടില്ല. പക്ഷെ നല്ല എഡ്യൂക്കേഷൻ ആണ്, ഉണ്ടായിട്ട് കാര്യമുണ്ടാവും. അതുകൊണ്ട് എന്തായി? 10 കൊല്ലം എന്റെ റബ്ബിനെ ആലോചിക്കാത്ത ഒരു സമയം നമുക്ക് കടന്നുപോയി. നമ്മൾ എന്നിട്ട് ദീനപരമായിട്ട് കുറച്ച് വിവരം വന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളെ ഉമ്മനോട് ഉപ്പനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്ത് കണ്ടിട്ടാ അങ്ങനെ ഒരു സ്കൂൾ നമ്മൾ കൊണ്ടിട്ടത്?
ദീനിന്റെ ഒരു വിഷയം നമ്മൾ അറിയാതെ പോയി ഒരുപാട് നല്ല സമയങ്ങൾ. അതേപോലെ നിങ്ങളെ മക്കളും ചോദിക്കും. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ രക്ഷിതാക്കളും നന്നായി ശ്രദ്ധിക്കണം. ആ ഒരു ചെറിയ നസിഹത്തോട് കൂടിയിട്ട് ഞാൻ ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മോള് നല്ല കച്ചറാക്കണുണ്ട്. ഓക്കെ, സോ ഐ ഡോണ്ട് വോണ്ട് ടു ഇപ്പൊ തന്നെ അൽഹംദുലില്ലാ ഏകദേശം 1 മണിക്കൂറായി. അപ്പം ഇൻഷാ അല്ലാ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായിട്ട് നാളെ നമ്മളും കൂടി സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു കാരണക്കാരായിട്ട് നമ്മുടെ മക്കളും മാറട്ടെ. കുറച്ചായിന് കണ്ണ് നോക്കുന്ന സമയത്ത് ആ ഒരു കൺകുളിർമ നൽകുന്ന മക്കളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോ മക്കളെയും അങ്ങനെ ആക്കി അനുഗ്രഹിക്കട്ടെ. കേട്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനും നല്ലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും ആ ഒരു ദീനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൊണ്ടുവരാനും എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.